കേരളത്തിൽ ഒരു വീട് വാങ്ങാനോ ഒരു സ്ഥലം വാങ്ങാനോ ആലോചിക്കുന്നവർ ഇന്നും ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണെന്നറിയാമോ? ഈ സ്ഥലത്ത് മുമ്പ് വെള്ളം കയറിയിട്ടുണ്ടോ? 10 വർഷം മുമ്പ് ഈ ചോദ്യം അധികം ആരും ചോദിച്ചിരുന്നില്ല. അന്ന് ആളുകൾ ചോദിച്ചിരുന്നത് മറ്റൊന്നായിരുന്നു. റോഡ് എത്ര ദൂരമുണ്ട്? സ്കൂൾ അടുത്താണോ? ആശുപത്രിയുണ്ടോ? ബസ് സർവീസ് ഉണ്ടോ? നഗരത്തിലേക്ക് എത്ര സമയം എടുക്കും? പക്ഷേ ഇന്ന് ചിത്രം മാറിയിരിക്കുന്നു. ഒരു സ്ഥലത്തിൻ്റെ വില നിശ്ചയിക്കുന്നത് ഇനി റോഡുകളും സൗകര്യങ്ങളും മാത്രമല്ല, ആ പ്രദേശത്തിൻ്റെ സുരക്ഷയും പ്രകൃതി ദുരന്ത സാധ്യതയും വാങ്ങുന്നവർ ഗൗരവമായി പരിശോധിക്കാൻ തുടങ്ങിയിരിക്കുന്നു. കാരണം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കേരളം കണ്ടുകൊണ്ടിരിക്കുന്ന മഴയും വെള്ളപ്പൊക്കവും പഴയ അനുഭവങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. ഒരു കാലത്ത് 100 വർഷത്തിലൊരിക്കൽ സംഭവിക്കുമെന്ന് കരുതിയിരുന്ന ശക്തമായ മഴകൾ ഇന്ന് ഏതാനും വർഷങ്ങളുടെ ഇടവേളയിൽ ആവർത്തിക്കുന്നു. ഒരിക്കൽ വെള്ളം കയറില്ലെന്ന് വിശ്വസിച്ചിരുന്ന പ്രദേശങ്ങൾ പോലും വെള്ളത്തിനടിയിലാകുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഈ വർഷവും കേരളത്തിലെ പല ജില്ലകളിലും അതിശക്തമായ മഴയ്ക്ക് പിന്നാലെ വീടുകളിലും കടകളിലും കൃഷിയിടങ്ങളിലും വെള്ളം കയറി. ചില പ്രദേശങ്ങളിൽ ദിവസങ്ങളോളം ജനജീവിതം സ്തംഭിച്ചു. വാഹനങ്ങൾ ഒഴുകിപ്പോയി. ലക്ഷങ്ങളുടെ നഷ്ടമാണ് പല കുടുംബങ്ങൾക്കും ഉണ്ടായത്. ഈ സംഭവങ്ങൾ ഒരു ദുരന്ത വാർത്ത മാത്രമല്ല, കേരളത്തിലെ റിയൽ എസ്റ്റേറ്റിൻ്റെ ഭാവിയെ മാറ്റാൻ കഴിയുന്ന ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. കാരണം ഒരു വീട് വാങ്ങുന്ന ഒരാൾ ഇനി സൗകര്യം മാത്രം നോക്കില്ല, ഇവിടെ സുരക്ഷിതമായി ജീവിക്കാനാകുമോ എന്ന ചോദ്യത്തിലാണ് കൂടുതൽ പ്രാധാന്യം നൽകുക. ഇതാണ് കേരളത്തിൻ്റെ വസ്തുവിപണിയിൽ നിശബ്ദമായി ആരംഭിച്ചിരിക്കുന്ന പുതിയ മാറ്റം. ഒരു കാലത്ത് ഭൂമിയുടെ മൂല്യം നിർണ്ണയിച്ചിരുന്നത് 3 കാര്യങ്ങളാണെന്ന് റിയൽ എസ്റ്റേറ്റ് വിദഗ്ധർ പറയാറുണ്ട്. ലൊക്കേഷൻ. പക്ഷേ ഇന്ന് അതിനോടൊപ്പം മറ്റൊരു വാക്കുകൂടി ചേർത്തിരിക്കുന്നു: സുരക്ഷ. കാരണം കോടികൾ മുടക്കി ഒരു വീട് വാങ്ങിയ ശേഷം എല്ലാ മഴക്കാലത്തും ഭയത്തോടെ ജീവിക്കേണ്ടി വരുമെങ്കിൽ ആ നിമിഷത്തിൻ്റെ അർത്ഥം എന്താണ്? ഇന്ന് കേരളത്തിലെ പല കുടുംബങ്ങളും ഈ ചോദ്യം സ്വയം ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെയാണ് കേരളത്തിൻ്റെ വസ്തുവിപണിയുടെ അടുത്ത അധ്യായം ആരംഭിക്കുന്നത്. പക്ഷേ ഒരു കാര്യം നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം: കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളും ഒരുപോലെയല്ല. എല്ലായിടത്തും ഒരേ രീതിയിൽ വെള്ളപ്പൊക്ക ഭീഷണിയുമില്ല. ചില പ്രദേശങ്ങൾ പ്രകൃതിദത്തമായി ഉയർന്ന പ്രദേശങ്ങളാണ്, ചിലത് നദീതീരങ്ങളാണ്, ചിലത് തണ്ണീർത്തടങ്ങളാണ്, ചിലത് വർഷങ്ങൾക്ക് മുമ്പ് നെൽപ്പാടം നികത്തി നിർമ്മിച്ച കോളനികളാണ്. ഈ വ്യത്യാസങ്ങളാണ് ഭാവിയിൽ ഭൂമിയുടെ വിലയും സ്വാധീനിക്കാൻ സാധ്യതയുള്ളത്. ഇനി ഒരു ചോദ്യം: എന്തുകൊണ്ടാണ് ഒരിക്കൽ സുരക്ഷിതമായിരുന്ന ചില പ്രദേശങ്ങളിൽ പോലും ഇപ്പോൾ വെള്ളം കയറുന്നത്? അതിൻ്റെ ഉത്തരം മഴയിൽ മാത്രം ഒതുങ്ങുന്നില്ല. കേരളത്തിൻ്റെ നഗരവികസന പദ്ധതിയും അതിൻ്റെ വലിയൊരു പങ്കുണ്ട്. കഴിഞ്ഞ 20-30 വർഷത്തിനിടെ ആയിരക്കണക്കിന് ഏക്കർ നെൽപ്പാടങ്ങൾ നികത്തി. ചെറിയ തോടുകൾ ഇല്ലാതായി. സ്വാഭാവിക ജല ഒഴുക്ക് തടസ്സപ്പെട്ടു. മഴവെള്ളം ഒഴുകിപ്പോകേണ്ട വഴികളിൽ വീടുകളും കെട്ടിടങ്ങളും റോഡുകളും ഉയർന്നു. ഫലമോ? മുമ്പ് ഏതാനും മണിക്കൂറിനുള്ളിൽ ഒഴുകിപ്പോക്കുന്ന വെള്ളം ഇന്ന് മണിക്കൂറുകളല്ല, ചിലപ്പോൾ ദിവസങ്ങളോളം ഒരിടത്ത് തന്നെ കെട്ടിക്കിടക്കുന്നു. അതുകൊണ്ടാണ് മുമ്പൊരിക്കലും വെള്ളം കയറാത്ത പ്രദേശങ്ങളിൽ പോലും ഇന്ന് വെള്ളപ്പൊക്കം അനുഭവപ്പെടുന്നത്. ഇത് ഒരു പ്രകൃതിയുടെ പ്രശ്നം മാത്രമല്ല, ഇത് നഗരാസൂത്രണത്തിൻ്റെ പ്രശ്നമാണ്. ലോകമെമ്പാടുമുള്ള നിരവധി നഗരങ്ങൾ ഇന്ന് ഇതേ വെല്ലുവിളിയാണ് നേരിടുന്നത്. പക്ഷേ കേരളത്തിൻ്റെ പ്രത്യേകത എന്തെന്നാൽ വളരെ ചെറിയ ഭൂപ്രകൃതിയിൽ വലിയ ജനസാന്ദ്രതയും അതിവേഗ നഗരവികസനവുമാണ്. അതുകൊണ്ട് ചെറിയ മാറ്റങ്ങൾ പോലും വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. ഇനി മറ്റൊരു പ്രധാന കാര്യം നോക്കാം. ഒരു പ്രദേശത്ത് ഒരിക്കൽ വെള്ളപ്പൊക്കം ഉണ്ടായാൽ അതിൻ്റെ സ്വാധീനം വീടുകൾക്ക് മാത്രം ഉണ്ടാകുമോ? അല്ല, ആ പ്രദേശത്തെക്കുറിച്ചുള്ള ആളുകളുടെ മനോഭാവവും മാറും. ഒരു വീട് വാങ്ങാൻ വരുന്ന കുടുംബം ആദ്യം അന്വേഷിക്കുന്നത് സ്കൂളോ ആശുപത്രിയോ അല്ല, മഴക്കാലത്ത് ഇവിടെ വെള്ളം കയറുമോ എന്ന ചോദ്യമാണ്. ഈ മനോഭാവ മാറ്റം തന്നെയാണ് റിയൽ എസ്റ്റേറ്റിലെ ഏറ്റവും വലിയ മാറ്റം. കാരണം ഭൂമിയുടെ വില പലപ്പോഴും യാഥാർത്ഥ്യത്തെക്കാൾ മനുഷ്യരുടെ വിശ്വാസത്തെയും ആത്മവിശ്വാസത്തെയും ആശ്രയിച്ചിരിക്കുന്നു. ഒരു പ്രദേശം സുരക്ഷിതമാണെന്ന് ആളുകൾ വിശ്വസിച്ചാൽ ആവശ്യക്കാർ കൂടും. അപകട സാധ്യതയുണ്ടെന്ന് വിശ്വസിച്ചാൽ ആവശ്യക്കാർ കുറയാനും സാധ്യതയുണ്ട്. അതിനാൽ ഭാവിയിലെ കേരളത്തിലെ ഭൂമിയുടെ വില നിർണ്ണയിക്കുന്നത് വെറും ചതുരശ്ര അടിയോ സെൻറ്റോ മാത്രമാകില്ല. ആ പ്രദേശത്തിൻ്റെ പ്രകൃതിദത്ത സുരക്ഷയും വെള്ളപ്പൊക്ക ചരിത്രവും ഡ്രെയിനേജ് സംവിധാനവും ഭാവിയിലെ വികസന പദ്ധതികളും അത്ര തന്നെ പ്രധാനമാകും. ഇതാണ് കേരളത്തിലെ റിയൽ എസ്റ്റേറ്റിൽ ആരംഭിച്ചിരിക്കുന്ന പുതിയ കാലഘട്ടം. ഇനി കേരളത്തിലെ വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങളിലെ ഭൂമി വില കുറയുമോ? ഇതിന് ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ കഴിയില്ല. കാരണം റിയൽ എസ്റ്റേറ്റ് എന്നത് ഒരിക്കലും വികാരങ്ങൾ മാത്രം നിയന്ത്രിക്കുന്ന ഒരു മേഖലയല്ല. അതിനെ സ്വാധീനിക്കുന്നത് നിരവധി സാമ്പത്തികവും സാമൂഹികവും പരിസ്ഥിതിപരവുമായ ഘടകങ്ങളാണ്. ഒരു പ്രദേശത്ത് ഒരിക്കൽ വെള്ളം കയറി എന്നതുകൊണ്ട് അവിടെയുള്ള എല്ലാ വീടുകൾക്കും ഭൂമിക്കും വില നഷ്ടപ്പെടുമെന്ന് പറയാനാകില്ല. അതേസമയം തുടർച്ചയായി മഴക്കാലത്ത് വെള്ളക്കെട്ട് അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ വാങ്ങുന്നവർ കൂടുതൽ ജാഗ്രത പാലിക്കാൻ തുടങ്ങുമെന്നതും യാഥാർത്ഥ്യമാണ്. ഒരു കാര്യം ഓർക്കണം: ഒരു വീടോ സ്ഥലമോ വാങ്ങുന്ന ഒരാൾ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിക്ഷേപമാണ് നടത്തുന്നത്. അയാൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ലാഭമല്ല, സുരക്ഷയാണ്. കുട്ടികൾ സുരക്ഷിതമായി ജീവിക്കുമോ? ഓരോ മഴക്കാലത്തും ഭയപ്പെടേണ്ടി വരുമോ? ഇൻഷുറൻസ് ലഭിക്കുമോ? വീട് വീണ്ടും വീണ്ടും നന്നാക്കേണ്ടി വരുമോ?
ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരമില്ലെങ്കിൽ പലരും മറ്റൊരു സ്ഥലം തിരഞ്ഞെടുക്കാൻ സാധ്യതയുണ്ട്. ഇതാണ് വിപണിയുടെ സ്വഭാവം. അതുകൊണ്ട് തന്നെ അടുത്ത വർഷങ്ങളിൽ കേരളത്തിലെ ഫ്ലഡ് ഹിസ്റ്ററി എന്നൊരു കാര്യം വീടോ സ്ഥലമോ വാങ്ങുന്നവർ കൂടുതൽ അന്വേഷിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ തന്നെ നിരവധി ആളുകൾ ഗൂഗിൾ മാപ്പ് നോക്കുന്നു, നാട്ടുകാരോട് ചോദിക്കുന്നു, പഴയ വെള്ളപ്പൊക്ക വാർത്തകൾ അന്വേഷിക്കുന്നു. അത് ഒരു നല്ല പ്രവണതയാണ്. കാരണം അറിവോടെയുള്ള നിക്ഷേപങ്ങളാണ് ഭാവിയിൽ കൂടുതൽ സുരക്ഷിതമാകുക. ഇനി മറ്റൊരു പ്രധാന മാറ്റത്തെക്കുറിച്ച് സംസാരിക്കാം. കേരളത്തിൽ ദേശീയപാതകളും പുതിയ ബൈപ്പാസുകളും നഗരവികസന പദ്ധതികളും അതിവേഗം മുന്നേറുകയാണ്. അതിൻ്റെ ഫലമായി മുമ്പ് അത്ര ശ്രദ്ധിക്കപ്പെടാതിരുന്ന ചില ഉയർന്ന പ്രദേശങ്ങൾ ഇന്ന് കൂടുതൽ ആവശ്യക്കാരെ ആകർഷിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം അവിടെ റോഡുണ്ട്, യാത്രാ സൗകര്യമുണ്ട്. അതോടൊപ്പം വെള്ളപ്പൊക്ക ഭീഷണി താരതമ്യേന കുറവാണെന്ന് ആളുകൾ കരുതുന്നുണ്ടെങ്കിലും അവിടേക്കുള്ള ആവശ്യകത സ്വാഭാവികമായി വർദ്ധിക്കാം. മറ്റൊരു കാര്യം, ഇനി വീടുകൾ നിർമ്മിക്കുമ്പോൾ ആളുകൾ വെറും മനോഹരമായ ഡിസൈൻ മാത്രം നോക്കില്ല. ഭൂമിയുടെ ഉയരം എത്ര, മഴവെള്ളം എങ്ങോട്ടൊഴുകും, ഡ്രെയിനേജ് സംവിധാനം എങ്ങനെയാണ്, മഴവെള്ള സംഭരണ സംവിധാനമുണ്ടോ, അടിത്തറയുടെ സുരക്ഷ എത്രത്തോളം ഉറപ്പുള്ളതാണ്, ഇത്തരം ചോദ്യങ്ങളും നിർമ്മാണത്തിൻ്റെ ഭാഗമാകും. അതാണ് വികസിത രാജ്യങ്ങളിൽ വർഷങ്ങളായി നടക്കുന്നത്. കേരളവും ക്രമേണ ആ ദിശയിലേക്ക് നീങ്ങുകയാണ്. ഇവിടെ മറ്റൊരു വലിയ സത്യമുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം ഒരു ഭാവി ഭീഷണിയല്ല, അത് ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. മഴയുടെ രീതികൾ മാറുന്നു. അതിശക്തമായ മഴയുടെ ആവർത്തനം കൂടുന്നു. ചിലപ്പോൾ ഒരാഴ്ച മുമ്പ് മഴയില്ല, പിന്നീട് ഒരു ദിവസത്തിൽ തന്നെ മാസങ്ങളിലെ മഴ പെയ്യുന്നു. ഈ മാറ്റങ്ങൾ റിയൽ എസ്റ്റേറ്റിനെ ബാധിക്കാതിരിക്കില്ല. അതുകൊണ്ട് വീടുകളും നഗരങ്ങളും നിർമ്മിക്കുന്ന രീതിയിലും മാറ്റങ്ങൾ വരേണ്ടി വരും. നല്ല ഡ്രെയിനേജ്, ജലസംഭരണികൾ സംരക്ഷിക്കൽ, തോടുകളും കായലുകളും കയ്യേറാതിരിക്കുക, ശാസ്ത്രീയ നഗരാസൂത്രണം ഇവയെല്ലാം ഇനി വികസനത്തിൻ്റെ ഭാഗമായി മാറേണ്ടതുണ്ട്. കാരണം പ്രകൃതിയെ തോൽപ്പിച്ച് വികസനം നടത്താനാകില്ല. പ്രകൃതിയുമായി യോജിച്ചുള്ള വികസനത്തിലാണ് ഇനി കൂടുതൽ പ്രാധാന്യം. ഒരു കാലത്ത് ഭൂമി വാങ്ങിയാൽ എവിടെയായാലും വില കൂടുമെന്ന ധാരണയുണ്ടായിരുന്നു. ഇന്ന് ആ കാലം മാറുകയാണ്. ഇനി എല്ലാ സ്ഥലങ്ങളും ഒരുപോലെ വളരില്ല. സുരക്ഷിതമായ സ്ഥലങ്ങൾ, മികച്ച അടിസ്ഥാന സൗകര്യമുള്ള സ്ഥലങ്ങൾ, തൊഴിലവസരങ്ങൾ വർദ്ധിക്കുന്ന മേഖലകൾ, ഗതാഗത സൗകര്യം മെച്ചപ്പെടുന്ന പ്രദേശങ്ങൾ, പ്രകൃതി ദുരന്ത സാധ്യത താരതമ്യേന കുറവുള്ള മേഖലകൾ, ഇവിടങ്ങളിലാണ് ഭാവിയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധ്യത. അതുകൊണ്ട് ഒരു വീട് വാങ്ങുന്നതിന് മുമ്പ് വില മാത്രം നോക്കരുത്. ചിലപ്പോൾ വില കുറഞ്ഞ ഭൂമിക്ക് പിന്നിൽ ഒരു കാരണമുണ്ടാകാം. അതുപോലെ വില കൂടുതലുള്ള സ്ഥലത്തിന് പിന്നിലും ദീർഘകാല സുരക്ഷയും വികസന സാധ്യതയും ഉണ്ടാകാം. ഓരോ നിക്ഷേപവും കണക്കുകൂട്ടലുകളും വിവരങ്ങളുടെയും അടിസ്ഥാനത്തിലായിരിക്കണം, വികാരങ്ങളുടെ അടിസ്ഥാനത്തിലല്ല. കേരളം ഒരു പുതിയ കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നത്. കാലാവസ്ഥ മാറുന്നു, നഗരങ്ങൾ മാറുന്നു, ജനങ്ങളുടെ ചിന്തകൾ മാറുന്നു, അതോടൊപ്പം റിയൽ എസ്റ്റേറ്റും മാറുകയാണ്.